ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ഭാഗം 2 നമ്മൾ ഇന്നലെ ഏതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്? പെരിയാറിനെ കുറിച്ചും ഭാരതപ്പുഴയെക്കുറിച്ചും പറഞ്ഞു. ഇന്നും നമ്മുടെ ബാക്കി നദികളെക്കുറിച്ച് കൂടി നോക്കാം. ഇനി അടുത്ത നദിയാണ് പമ്പാ നദി. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി എന്ന് പറയുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 176 കിലോമീറ്റർ ആണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പുളിച്ചിമലയിൽ നിന്നാണ്. ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് നമ്മുടെ പമ്പാ നദി ഉത്ഭവിക്കുന്നത്. 176 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദി കൂടിയാണ് പമ്പാ നദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നും അറിയപ്പെടുന്ന നദി കൂടിയാണ് പമ്പാ നദി. എന്തുകൊണ്ടാണ് തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത്? നമ്മുടെ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലൂടെ ഒഴുകിയ ഏറ്റവും കൂടുതൽ നീളമുള്ള നദിയായതിനാലാണ് പമ്പാ നദിയെ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത്. പമ്പാ നദി പ്രാചീന കാലത്ത് അറിയപ്പെടുത്തിയിരുന്ന പേരെന്തായിരുന്നു? ബാരിസ് എന്നായിരുന്നു. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. പമ്പാ നദി പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ്. ഇത് പത്തനംതിട്ടയിലാണുള്ളത്. അപ്പോൾ പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഉള്ളത് പത്തനംതിട്ടയിലാണ്. അതുപോലെ തന്നെ പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾ ഏതൊക്കെയാണ്? ശബരി ഡാം, കക്കാട് ഡാം എന്നിവയാണ്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവയാണ് പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പാ നദീ തീരത്താണ്. മരാമൺ കൺവെൻഷൻ മാത്രമല്ല, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും പമ്പാ നദീ തീരത്താണ്. പമ്പാ നദിയിലെ വള്ളംകളികൾ ഏതൊക്കെയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി. അതുകൂടാതെ തിരുനാൾ വള്ളംകളി എന്നറിയപ്പെടുന്ന നീരേറ്റുപുറം വള്ളംകളി നടക്കുന്നതും പമ്പാ നദിയിൽ തന്നെയാണ്. അതുപോലെ ശബരിമല, എടുത്തുപള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും പമ്പാ നദീ തീരത്താണ്. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? അച്ചൻകോവിലാർ, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാർ എന്നിവയൊക്കെയാണ് പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ സ്ഥലം കൂടി, നദീതീരം കൂടിയാണ് പമ്പാ നദി. മൺശില്പങ്ങളാണ് കേട്ടോ. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പമ്പാ നദിയെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ്. 176 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരം എന്ന് പറഞ്ഞു. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നു. പ്രാചീന കാലത്ത് ബാരിസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. പമ്പയുടെ ദാനമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് പമ്പാ നദി. പമ്പാ നദിയിലെ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു. അതുപോലെ പമ്പാ നദിയിലെ ഡാമുകളാണ് ശബരി ഡാം, കക്കാട് ഡാം എന്ന് പറഞ്ഞു. മരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണെന്ന് പറഞ്ഞു. പമ്പാ നദിയിലെ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, അതുപോലെ നീരേറ്റുപുറം വള്ളംകളി എന്നിവ. അതുപോലെ പമ്പാ നദിയുടെ തീരത്തുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ശബരിമലയും എടുത്തുപള്ളി എന്നും പറയുന്നത്. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻകോവിലാർ, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാർ എന്നിവ. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായി മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം എന്ന് പറയുന്നതും പമ്പാ നദീതീരമാണ്. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തത് ചാലിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്. 169 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം വയനാട്ടിലെ ഇളമ്പരേരി കുന്നുകളിൽ നിന്നാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവയിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. അപ്പോൾ ചാലിയാർ ഒഴുകുന്നത് ഏത് ജില്ലകളിലൂടെയാണ്? മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ്. ചാലിയാർ ബേപ്പൂരിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ചാലിയാറിനെ തന്നെയാണ് ബേപ്പൂർ പുഴ, പൊൻപുഴ, തൂലിക നദി, നിലമ്പൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നതും ചാലിയാറിനെ തന്നെയാണ്. നമ്മുടെ ചാലിയാറിന്റെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളതും ചാലിയാറിന്റെ തീരത്താണ്.
അതുപോലെ ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഫറൂഖ് പട്ടണം എന്ന് പറയുന്നത്. മലിനീകരണത്തിൽ 1ാം സ്ഥാനമുള്ള നദിയാണ് ചാലിയാർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പെരിയാറും അതുപോലെ മലിനീകരണം നേരിടുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന് പറഞ്ഞു. അതേപോലെ കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭമാണ്. അതിന്റെ നേതാവാണ് KA റഹ്മാൻ എന്നവർ. ചാലിയാർ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? ഗോളിയോർ റയോൺസ് ഫാക്ടറിയാണ്, മാവൂറിലാണ്. കുഞ്ഞാലിമരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാറിലാണ്. നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. അപ്പോൾ ഇതാണ് ചാലിയാറിനെ കുറിച്ച്, ഇതൊക്കെയാണ് പറയാനുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്ടിലൂടെ ഒഴുകുന്നു. 169 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. വയനാട്ടിലെ ഇളമ്പരേരി കുന്നുകളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ബേപ്പൂർ പുഴ, പൊൻപുഴ, തൂലിക നദി, നിലമ്പൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ്. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി ചോദിച്ചാലും അത് ചാലിയാറാണ്. മലിനീകരണത്തിൽ 1ാം സ്ഥാനത്തുള്ള നദിയാണ്. കുഞ്ഞാലിമരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാറിലാണ്. അടുത്തത് ചാലക്കുടി പുഴ. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. ഏകദേശം നീളം 146 കിലോമീറ്റർ ആണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയിൽ നിന്നാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ചാലക്കുടി പുഴയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? അതിരപ്പള്ളി, വാഴച്ചാല്, പെരിങ്ങൽകൂത്ത് എന്നിവയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏക ഓസ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. വെന്തല ഓസ്ബോ തടാകമാണത്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർമുഴി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ തുമ്പൂർമുഴി ഡാം എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. മലിനീകരണം കുറഞ്ഞ നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. ചാലക്കുടി പുഴയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ. ചാലക്കുടി പുഴ എറണാകുളത്ത് വെച്ചിട്ട് പെരിയാറുമായി ചേർന്ന് പിന്നീട് അവ ഒഴുകി കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നുണ്ട്. അതിനുശേഷം അറബിക്കടലിൽ. അപ്പോൾ ചാലക്കുടി പുഴ കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നുണ്ട്. പറമ്പിക്കുളം, കൂരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചാലക്കുടി പുഴ. അപ്പോൾ ചാലക്കുടി പുഴ രൂപം കൊള്ളുന്ന എങ്ങനെയാണ്? പറമ്പിക്കുളം, കൂരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്നുകൊണ്ടാണ്. ഇനി കടലുണ്ടി പുഴയെ കുറിച്ച് നോക്കാം. കേരളത്തിലെ 6ാമത്തെ നീളം കൂടിയ നദിയാണ് കടലുണ്ടി പുഴ എന്ന് പറയുന്നത്. 130 കിലോമീറ്റർ ആണ് കടലുണ്ടി പുഴയുടെ നീളം. ഇത് ഉത്ഭവിക്കുന്നത് ചേരക്കൊമ്പൻ മലയിൽ നിന്നാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് കടലുണ്ടി പുഴ ഒഴുകുന്നത്. ഒലിപ്പുഴ, വെളിയാർ എന്നിവ കടലുണ്ടി പുഴയുടെ പോഷക നദികളാണ്. കരിമ്പുഴ എന്നറിയപ്പെടുന്നതും കടലുണ്ടി പുഴയാണ്. ഇനി നെയ്യാറ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. 56 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ്. നെയ്യാർ അറബിക്കടലിലാണ് പതിക്കുന്നതും. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. നെയ്യാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? കല്ലാറ്, കരവലിയാറ്, മുല്ലയാറ് എന്നിവയാണ് നെയ്യാറിന്റെ പോഷക നദി. കല്ലാറ്, കരവലിയാറ്, മുല്ലയാറ് എന്നിവ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും നെയ്യാർ നദിയിൽ തന്നെയാണ്. കട്ടാക്കട, അരുവിപ്പുറം, നെയ്യാറ്റിൻകര, നെയ്യാർ വന്യജീവി സങ്കേതം എന്നിവയെല്ലാം നെയ്യാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമുക്ക് മഞ്ചേശ്വരം പുഴയെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ നീളം. നമ്മൾ പറഞ്ഞു 15 കിലോമീറ്റർ കൂടുതലുള്ളവയാണ് നദിയായി നമ്മൾ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ബാലപ്പൂണികളിൽ നിന്നാണ്. കാസർഗോഡിലൂടെ ഒഴുകി ഉപ്പള കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. അടുത്തത് ചന്ദ്രഗിരി പുഴ. എന്തുകൊണ്ടാണ് ഇതിന് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്? യു ആകൃതിയിൽ കാണപ്പെടുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തിലൂടെ യു ആകൃതിയിൽ ഒഴുകുന്ന നദിയാണിത്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിൽ കൂടെയാണ്? കാസർഗോഡിൽ കൂടെയാണ്. 12 നദികളാണ് കാസർഗോഡിലൂടെ ഒഴുകുന്നത്. കേരളത്തിലെ വടക്കേ അറ്റത്തെ ഏറ്റവും നീളം കൂടിയ നദിയും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയുമാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. ഇതന്നെയാണ് പെരുമ്പുഴ, പൈശ്ശിനി പുഴ എന്നറിയപ്പെടുന്നതും ചന്ദ്രഗിരി പുഴയാണ്.
ഇനി അച്ചൻകോവിലാർ, കേരളത്തിലെ 7ാമത്തെ നീളം കൂടിയ നദിയാണ് അച്ചൻകോവിലാർ എന്ന് പറയുന്നത്. 128 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത്. കോന്നി, പത്തനംതിട്ട, പന്തളം, മാവേലിക്കര എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നതും അച്ചൻകോവിലാറിന്റെ തീരത്താണ്. പമ്പയിലാണ് പതനസ്ഥാനം. കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടവും മണലാർ വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നതും അച്ചൻകോവിലാറിലാണ്. ഇനി അടുത്തത് മണിമലയാർ. 92 കിലോമീറ്റർ നീളമാണ് മണിമലയാറിനുള്ളത്. ഇതിന്റെ ഉത്ഭവം കൊക്കയാർ തട്ടമലയിൽ നിന്നാണ്. പതനമാണെങ്കിൽ വേമ്പനാട്ടിൽ നിന്നാണ്. അപ്പോൾ ഉത്ഭവം കൊട്ടയാർ തട്ടമലയിൽ നിന്നും കൊക്കയാർ തട്ടമലയിൽ നിന്നും പതനം വേമ്പനാട്ട് കായലിലുമാണ്. 92 കിലോമീറ്റർ ആണ് മണിമലയാറിന്റെ നീളം എന്ന് പറയുന്നത്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു അത്. ഇതിന്റെ നദീതീരത്തുള്ള പ്രധാന സ്ഥലങ്ങളാണ് മുണ്ടക്കയം, മലമഴ, മണിമല, കാഞ്ഞിരപ്പള്ളി, മല്ലപ്പള്ളി, എടത്വ, ചമ്പക്കുളം എന്നിവയെല്ലാം മണിമലയാറിന്റെ തീരത്തുള്ള സ്ഥലങ്ങളാണ്. ഇനി അടുത്തത് കല്ലടയാർ. കരിമലയിൽ നിന്നാണ് കല്ലടയാറിന്റെ ഉത്ഭവം. 121 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അതിനുശേഷം അത് അഷ്ടമുടി കായലിലാണ് പതിക്കുന്നത്. ഈ കല്ലടയാറിലാണ് കൊല്ലം ജില്ലയിലെ പ്രധാന ജലസേചന പദ്ധതിയായ കല്ലട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കുളത്തൂപ്പുഴ, ചെന്തുരുണി, കൽത്തുരുണി എന്നിവയാണ് കല്ലടയാറിന്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. പുനലൂർ തൂക്കുപാലം, തേന്മല ഡാം ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നതും കല്ലടയാറിൽ തന്നെയാണ്. പുനലൂർ പേപ്പർ മില്ല് സ്ഥിതി ചെയ്യുന്നതും കല്ലടയാറിന്റെ തീരത്ത് തന്നെയാണ്. അതുപോലെ കല്ലടയാറിന്റെ തീരത്തുള്ള സ്ഥലങ്ങളാണ് കുളത്തൂപ്പുഴ, തേന്മല, ഒറ്റക്കൽ, പുനലൂര്, പത്തനാപുരം, വെസ്റ്റ് കല്ലട, മൺട്രോത്തുരുത്ത് എന്നിവയും. ഇനി അടുത്തത് കബനി നദി. നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി എന്ന് പറയുന്നത്. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. വയനാട്ടിലൂടെ ഒഴുകി അത് കർണാടകയിലേക്ക് ഒഴുകുന്നു. ആകെ നീളം 240 കിലോമീറ്റർ ഉണ്ടെങ്കിലും കേരളത്തിലൂടെ ഒഴുകുന്നത് 56.6 കിലോമീറ്റർ മാത്രമാണ്. പനമരം, മാനന്തവാടി നദികൾ ചേർന്നാണ് ഈ കബനി നദി രൂപം കൊണ്ടിരിക്കുന്നത്. നാഗർഹോൾ ദേശീയോദ്യാനം, അതായത് കർണാടകയിലെ നാഗർഹോൾ ദേശീയോദ്യാനം കബനി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി നദി എന്ന് പറയുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും കബനി നദിയിലാണ്. നമ്മൾ പറഞ്ഞു കബനി നദി ഉള്ളത് വയനാട്ടിലാണെന്ന് പറഞ്ഞു. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു കബനി നദിയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറുവ ദ്വീപ്, ബാണാസുര സാഗർ അണക്കെട്ട് എന്നിവ വയനാട്ടിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാലും അത് കബനി നദിയാണ്. അടുത്തത് ഭവാനി. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകളിൽ നിന്നാണ്. പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. ആകെ 217 കിലോമീറ്റർ നീളമുണ്ടെങ്കിൽ കൂടി 37.5 കിലോമീറ്റർ 38 കിലോമീറ്ററോളം മാത്രമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ പതിക്കുന്ന നദിയാണ്. അതുപോലെ തന്നെ ഭവാനിപ്പുഴയിൽ ചേർന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശിരുവാണി, വരക്കാർ എന്നിവയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണിപ്പുഴ എന്ന് പറയുന്നത്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ശിരുവാണിപ്പുഴയിലാണ്. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തെയാണ് കൽക്കണ്ടയൂർ എന്ന് പറയുന്നത്. ഇതേ ഭവാനിപ്പുഴയിൽ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകളാണ് ഭവാനി സാഗർ അണക്കെട്ടും കൊടിവേരി അണക്കെട്ട് എന്നിവ. അടുത്തത് പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. ആകെ നീളം 31 കിലോമീറ്റർ ആണെങ്കിലും 25 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്നത്. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി ഇത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് പതിക്കുന്നത്. തലയാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും പാമ്പാറാണ്. ഇരവിക്കുളം, മയിലാടി, തീർത്ഥമല, ചെങ്കല്ലാറ്, തേനാറ് എന്നിവ പാമ്പാറിന്റെ പ്രധാന പോഷക നദികളാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ച അമരാവതി നദി ഉണ്ടാവുന്നു. ഈ അമരാവതി നദി തന്നെയാണ് കാവേരിയുടെ പ്രധാന പോഷക നദിയും. പാമ്പാറിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തൂവാനം വെള്ളച്ചാട്ടവും കുംഭകാരി വെള്ളച്ചാട്ടവുമാണ്. ചിന്നാർ വന്യജീവി സങ്കേതവും മറയൂർ ചന്ദനക്കാടുകൾ എന്നിവയിലൂടെ ഒഴുകുന്ന നദിയും പാമ്പാറാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന നദികൾ. ഇനി നമുക്ക് മറ്റു നദികളെ കുറിച്ച് കൂടി നോക്കാം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതിയേറിയ പുഴ ഏതാണെന്ന് ചോദിച്ചാൽ വളപട്ടണം പുഴയാണ്. പഴശ്ശി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും ഈ പുഴയിലാണ്. വളപട്ടണം പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് പാമ്പുരുത്തി എന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അരിയൂർ പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴിപ്പുഴ എന്ന് പറയുന്നത്. ഈ മയ്യഴിപ്പുഴയെ തന്നെയാണ് മാഹിപ്പുഴ എന്നും അറിയപ്പെടുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാണ്? കോഴിക്കോടിലൂടെ ഒഴുകുന്ന കുറ്റ്യാടിപ്പുഴയാണ്. ഈ കുറ്റ്യാടിപ്പുഴയുടെ പോഷക നദിയാണ് വണ്ണാത്തിപ്പുഴ എന്ന് പറയുന്നത്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ എന്ന് പറയുന്നത്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരവഴിഞ്ഞിപ്പുഴയാണ്. ബുക്കർ സമ്മാനം നേടിയ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി മീനച്ചിലാറാണ്. അപ്പോൾ പറയാം, വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കോരപ്പുഴയും OV വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തൂതപ്പുഴയും SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയും പിന്നെ ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നിലയിൽ പരാമർശിച്ചിരിക്കുന്നത് മീനച്ചിലാറുമാണ്. അതുപോലെ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ എന്ന് നമ്മൾ പറഞ്ഞു. പരവൂർ കായൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കര പുഴ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. 56 കിലോമീറ്ററാണ് ഇതിന്റെ നീളം എന്ന് പറഞ്ഞു. നെയ്യാറിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എന്ന് പറഞ്ഞു. കിളിയാറിന്റെ തീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയും മലിനീകരണം കൂടിയ നദി ചാലിയാറുമാണ്. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലെ ഒഴുകുന്ന നദി ഏതാണ്? വളപട്ടണം നദിയാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കാസർഗോഡിലൂടെയാണ് ഒഴുകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കല്ലടയാറിന്റെ പതന സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലിലാണ് കല്ലടയാറിന്റെ പതന സ്ഥാനം എന്ന് പറയുന്നത്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കല്ലട നദിയിലാണ്. മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാറ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ്, കൊല്ലത്താണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴയിലാണ്. കിളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം, അത് നമ്മൾ പറഞ്ഞായിരുന്നു. മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? കോട്ടയമാണ്. അതുപോലെ ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്ന പുഴ ഏതാണ്? അഞ്ചരക്കണ്ണി പുഴയാണ്. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. അപ്പോൾ വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. അതുപോലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കബനി, പാമ്പാർ, ഭവാനി എന്ന് പറഞ്ഞു. ഇനി കേരളത്തില് തിരുവനന്തപുരത്തോടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കരമന നദി, നെയ്യാറ്, വാമനപുരം നദി, കിള്ളിയാർ എന്നിവയാണെന്ന് നമ്മൾ പറഞ്ഞു. കാസർഗോഡ് കൂടെയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നു. 12 നദികൾ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രഗിരി പുഴ, മഞ്ചേശ്വരം നദി, കവായി നദി, ഉപ്പള, ചിറ്റാരി നദി, ശിരിയ, കരിയങ്കോട് നദി, കുമ്പള, മോഗ്രൽ നദി എന്നിവയെല്ലാം കാസർഗോഡ് കൂടി ഒഴുകുന്ന നദികളാണ്. അതുപോലെ പാലക്കാട് കൂടെ ഒഴുകുന്ന നദി ഏതൊക്കെയാണ്? ഭാരതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഭവാനി, കരിമ്പുഴ, ശിരുവാണി, കുന്തിപ്പുഴ എന്നിവയെല്ലാം പാലക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് ഏത് നദി പാലക്കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ചോദിച്ചിട്ടുണ്ട്, പാലക്കാടിലൂടെ ഒഴുകുന്ന നദി അല്ലാത്തത് ഏതെന്ന്. ഭാരതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഭവാനിപ്പുഴ, കരിമ്പുഴ, ശിരുവാണിപ്പുഴ, കുന്തിപ്പുഴ എന്നിവയെല്ലാം പാലക്കാട് കൂടി ഒഴുകുന്നതാണ്. കൊല്ലത്ത് കൂടെ ഒഴുകുന്ന ഏതൊക്കെയാണ്? കല്ലട, ഇത്തിക്കരയാറ്, പള്ളിക്കൽ നദി എന്നിവയാണ്. പത്തനംതിട്ടയിലൂടെയാണ് പമ്പ, അച്ചൻകോവിലാറ്, മണിമലയാറ്, പള്ളിക്കൽ നദി എന്നിവ ഒഴുകുന്നത്. അപ്പോൾ പള്ളിക്കൽ നദി തന്നെയാണ് കൊല്ലത്തിലൂടെയും പത്തനംതിട്ടയിലൂടെയും ഒഴുകുന്നുണ്ട്. ആലപ്പുഴയിലൂടെ ഒഴുകുന്ന ഏതാണ്? മണിമലയാർ, പമ്പ, അച്ചൻകോവിലാർ എന്നിവയും. കോട്ടയത്തിലൂടെയാണ് മീനച്ചിലാറ്, മൂവാറ്റുപുഴ, മണിമലയാർ എന്നിവ ഒഴുകുന്നത്. ഇടുക്കിയിലൂടെ ഏതൊക്കെ ഒഴുകുന്നത്? പെരിയാറ്, തൊടുപുഴയാറ്, പാമ്പാറ് എന്നിവയാണ്. എറണാകുളത്തൂടെയാണ് പെരിയാറ്,
മൂവാറ്റുപുഴ, ചാലക്കുടി പുഴ, കോതമംഗലം, തൊടുപുഴയാർ എന്നിവ ഒഴുകുന്നത്. തൃശ്ശൂരിലാണ് ചാലക്കുടി പുഴയും ഭാരതപ്പുഴയും, കീച്ചേരി, മണലി നദി, ചിമ്മിനി നദി എന്നിവ ഒഴുകുന്നത്. നമ്മൾ പറഞ്ഞു ഭാരതപ്പുഴ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. മലപ്പുറത്ത് കൂടി ചാലിയാറ്, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ, തിരൂർ പുഴ, പുരമ്പറമ്പൻ നദി, ഞാറാണിപ്പുഴ എന്നിവയെല്ലാം മലപ്പുറത്തിലൂടെ ഒഴുകുന്നതാണ്. വയനാട്ടിലാണ് കബനി നദി, പനമരം നദി, മാനന്തവാടി നദി. വയനാട്ടിലൂടെ മാത്രമാണ് കബനി നദി ഒഴുകുന്നുള്ളൂ നമ്മൾ പറഞ്ഞു. കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണെന്ന് പറഞ്ഞു. കണ്ണൂരിലൂടെയാണ് വളപട്ടണം നദി, കുപ്പം നദി, അഞ്ചരക്കണ്ടി നദി, ഭവാനി നദി എന്നിവ ഒഴുകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാമ്പാർ പതിക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത്? കാവേരി നദിയിലാണെന്ന് പറഞ്ഞു. ഭവാനി നദി പതിക്കുന്നത് കാവേരി നദിയിൽ തന്നെയാണെന്ന് പറഞ്ഞു. ഈ 3 നദികളും കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളാണ് പറഞ്ഞു. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പെരിയാറും. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയുമാണ്. ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നതാണ് കുറുമാലിപ്പുഴ എന്ന് പറയുന്നത്. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ എന്ന് പറയുന്നത്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ചാലിയാറാണ്. ഇരവിക്കുളം, മറയൂർ, ചിന്നാറ് വന്യജീവി സങ്കേതങ്ങളിലൂടെയൊക്കെ ഒഴുകുന്നുള്ളത് പാമ്പാറാണ്. അതുപോലെ കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ എന്ന് പറഞ്ഞു. കേരളത്തിലെ നെയ്യിലാണ് ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയെ തന്നെയാണ്. അത് ചിറ്റൂരിലാണ് അത് അങ്ങനെ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ നീല, പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നതെല്ലാം ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി, ബാരിസ് എന്നെല്ലാം അറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. കേരളത്തിലെ മഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ കുറ്റ്യാടിപ്പുഴയാണ്. മൂരാട്ടുപുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. പയസ്വിനി പുഴ ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. തലയാർ, പാമ്പാർ. അതുപോലെ കേരളത്തിലെ പ്രധാന നദീതീരങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട നദീതീരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഈ ചാലിയാറിന്റെ തീരത്താണ് ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരീക്കോട് എന്നിവ. ഭാരതപ്പുഴയുടെ തീരത്ത് ഏതൊക്കെയാണ്? തിരുനാവായ, പൊന്നാനി, ചെറുതുരുത്തി, പട്ടാമ്പി അതൊക്കെ ഭാരതപ്പുഴയുടെ തീരത്താണ്. നെയ്യാറിന്റെ തീരത്താണ് അരുവിപ്പുറം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിന്റെ തീരത്താണ് പുനലൂർ പട്ടണം. പമ്പയുടെ തീരത്ത് ഏതാണ്? കുട്ടനാട്, റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ എന്നിവയെല്ലാം പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നവയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനിയും. കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലോട്ട് ഒഴുകുന്ന നദി വളപട്ടണം നദിയാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നത് കബനിയും, കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലോട്ട് ഒഴുകുന്നത് വളപട്ടണമാണ്. ബാക്കി 2 നദികൾ ഒഴുകുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. അതുപോലെ ശബരിമല, എടത്വപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ എവിടെയുള്ളത്? പമ്പാ നദിയുടെ തീരത്താണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയും ചെറിയ നദി പാമ്പാറുമാണ്. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറുമാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അരിയൂർ പുഴയാണ്. 17 കിലോമീറ്ററാണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും അരിയൂർ പുഴയാണ്. നമ്മൾ പറഞ്ഞു മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ മാത്രമാണ് നീളമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ. നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് പറഞ്ഞു. ഏകദേശം നമ്മുടെ കേരളത്തിൽ എത്ര നദിയുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 44 നദികളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. 44 നദികളിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നവയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ നദികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പെരിയാറിനെ കുറിച്ചും ഭാരതപ്പുഴയെ കുറിച്ചും പമ്പയെ കുറിച്ചും പമ്പാ നദിയെ കുറിച്ചും പ്രധാന കാര്യങ്ങളെല്ലാം ഞാൻ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിയുള്ള നദികളെയും അവരുടെ നദീതീര പട്ടണങ്ങളെ കുറിച്ചിട്ടും അതിലുള്ള ഡാമുകളെ കുറിച്ചിട്ടും എല്ലാം പറഞ്ഞു. ഇനി നമ്മുടെ കേരള ഭൂമിശാസ്ത്രത്തിൽ തന്നെ നമുക്ക് കായലുകൾ, പിന്നെ നമ്മുടെ ഡാമുകളെ കുറിച്ചായാലും കായലുകളെ കുറിച്ചും വെള്ളച്ചാട്ടങ്ങളെ കുറിച്ചും എല്ലാം പറയാനുണ്ട്. ഓക്കെ, അതുമായി അടുത്തൊരു ക്ലാസ്സിൽ വരുന്നവരെ ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.